ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. ആദ്യമായി നെല്ലിക്ക നന്നായി കഴുകി വെള്ളവും ഉപ്പും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അത് തണുത്തതിന് ശേഷം അതിൻ്റെ കുരു കളഞ്ഞ് അത് മാറ്റി വയ്ക്കുക. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, കടുക്, കറിവേപ്പില, നെല്ലിക്ക തിളപ്പിച്ച വെള്ളം, ഇതൊക്കെയാണ്. ഇത് നമ്മൾ എടുത്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്നു. ആദ്യം നമ്മൾ ഉലുവയാണ് ഇടേണ്ടത്. ഉലുവയൊന്ന് ചെറുതായിട്ട് പൊട്ടാനായിട്ട് തുടങ്ങുമ്പോഴേക്ക് നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. ഉലുവയും കടുകും നന്നായി പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. വെളുത്തുള്ളി കുറച്ച് നന്നായി മൂത്ത് വരണ്ട് വരണം. അതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും നന്നായിട്ട് പറ്റി അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് മാറി അതൊരു ബ്രൗൺ കളറാകണം. ബ്രൗൺ കളറാകുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പിലയും ഇഞ്ചിയും നന്നായിട്ട് വെള്ളം പറ്റിയാൽ ഈ അച്ചാർ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം പറ്റിച്ച് എടുക്കണം. നല്ലോണം മൂപ്പിച്ച് എടുക്കുക. മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ട് ഇളക്കി ചെറുതായി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നെല്ലിക്ക തിളപ്പിച്ച വെള്ളം, നെല്ലിക്ക വേവിക്കാനായിട്ട് നമ്മളെടുത്ത ആ ഉപ്പുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ഇടണ്ട. നെല്ലിക്കയിൽ ഉപ്പൊക്കെ പിടിച്ചതാണ്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ നെല്ലിക്കയുടെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കുക. നെല്ലിക്ക ഇട്ട് അതൊന്നുകൂടെ നന്നായിട്ട് തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റണം. ഒത്തിരി പറ്റേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമുക്ക് ആ മുളകിൻ്റെ എല്ലാം പിടിച്ച് നന്നായി അതൊരു കൂട്ട് റെഡിയാകുമ്പം അടുപ്പിൽ നിന്ന് മാറ്റി നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് കുപ്പികളിലും ഇട്ട് സൂക്ഷിച്ച് വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഇത് കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.